നമ്മളവർ കുറച്ച് കാലത്തേക്ക് നമ്മളവരെ ശരിക്കും പറഞ്ഞ് കസ്റ്റോഡിയൻസ് മാത്രമാണ്, കുട്ടികളുടെ രക്ഷാകർത്താക്കൾ മാത്രം നമ്മൾ. കാരണം അവരെ ഈ ലോകത്ത് അവർ വരുമ്പോൾ അവരെ നമ്മൾ പരിപാലിക്കുന്നു, അവരെ നമ്മൾ കാര്യസ്ഥൻ്റെ ഒരു റോള് മാത്രമേ ആക്ച്വലി പേരൻസിനുള്ളൂ. ബാക്കിയെല്ലാം ദൈവം നിശ്ചയിക്കുന്നത് പോലെയാണ്. ഒരു കുട്ടി എങ്ങനെ ജനിക്കണമെന്നും ഒരു കുട്ടി എങ്ങനെ മരിക്കണമെന്നും ദൈവമാണ് തീരുമാനിക്കുന്നത്. ആ കുട്ടിയുടെ ജീവിതത്തിന് ഏത് കാലഘട്ടങ്ങളിലും എങ്ങനെ പോകണമെന്നുള്ള തിരക്കഥ പോലും ദൈവം എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും ഇതെല്ലാം ദൈവം എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്നതിൽ സാമ്പത്തിക പ്രശ്നമല്ല, ദൈവമാണ് നമുക്ക് തരുന്നത്, അയാൾ ദൈവം നമുക്ക് തരും. പക്ഷെ സാമ്പത്തികം എന്ന് പറയുന്നൊരു കാര്യം നമ്മൾ ലൗകികമായി ചിന്തിക്കുമ്പോഴാണെങ്കിലും ആത്മീയമായി ചിന്തിക്കുമ്പോഴാണെങ്കിലും അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, സംശയമൊന്നുമില്ല. സാമ്പത്തികമായിട്ടുള്ള കാര്യം നമുക്ക് വേണം, പക്ഷെ അതിനുള്ള ദൈവം നമുക്ക് തരും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റണം. നമ്മൾ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോകണം. കാരണം ചില സമയങ്ങളിലൊക്കെ എങ്ങനെ ഫീസ് അടയ്ക്കാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിച്ച് പോയ സമയങ്ങളൊക്കെ ഉണ്ട്. കാരണം ചിലപ്പോഴൊക്കെ നമ്മൾ ടൈറ്റ് വരും. കാരണം ഫീസിൻ്റെ നമ്മൾ 3 ഗഡുകൾ അടയ്ക്കണേ. അപ്പോൾ ചിലപ്പോൾ ചില സമയത്തൊക്കെ ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ട്, ഇല്ലെന്നൊന്നും പറയണില്ല. പക്ഷേ എങ്കിലും നമുക്ക് ദൈവം ആ സമയത്ത് ദൈവം നമുക്ക് തരും. ഇപ്പോൾ ഏലിയായിക്ക് കർത്താവ് കാക്കയിലൂടെ അപ്പം കൊടുത്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ കാര്യം ദൈവം തന്നതുകൊണ്ടും ദൈവത്തിൻ്റെ ആയതുകൊണ്ടും ദൈവം തരിക തന്നെ ചെയ്യും. കാരണം നമ്മളത് ടെൻഷൻ അടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എങ്കിലും ദൈവമാണ് തന്നതുള്ളതുകൊണ്ട് ദൈവത്തിന് തരാണ്ടിരിക്കാൻ പറ്റില്ല. ദൈവത്തിൻ്റെ മക്കളുടെ ദൈവത്തിന് മോശമാക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് ആൾ ജെന്റിൽമാനായ കാരണം നമ്മുടെ കാര്യങ്ങളിൽ ആൾ ജെന്റിലായിട്ട് പ്രവർത്തിക്കും. അത് തന്നെയാണ് ഇത്രയും കാലം നമ്മുടെ ജീവിതം സംഭവിച്ചിരിക്കുന്നത്.